തൊണ്ണൂറുകളിൽ ഏഷ്യയിലെ പബ്ലിക് ഹെൽത്ത് റിസർച്ചിൻ്റെ ഏറ്റവും വലിയ ഹബ്ബായി മാറാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കേരളത്തിന് മുന്നിൽ വന്നിരുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലും മെഡിക്കൽ ടൂറിസത്തിനും നിർണായകമാകുമായിരുന്ന ആ പ്രോജക്റ്റ് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പല അമേരിക്കൻ കോർപ്പറേറ്റുകളും കൈയടക്കുന്നത് കണ്ട് വിലപിക്കുന്ന രാഷ്ട്രീയക്കാർ മനസ്സിലാക്കാൻ കൂടിയാണ് ഈ വീഡിയോ. ലോകപ്രശസ്തമായ ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുമായുള്ള ഒരു കൊളാബറേഷൻ തികഞ്ഞ തെറ്റിദ്ധാരണയുടെ പേരിലും അബദ്ധജടിലമായ വാദഗതികൾ കൊണ്ടും ഇല്ലാതാക്കിയതാണ്. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഒട്ടനവധി ഫോറിൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് വരാനുള്ള വഴി തുറക്കുന്ന ഒരു തീരുമാനമായി അത് മാറുമായിരുന്നു. രാഷ്ട്രീയമായ സംശയങ്ങളും ഐഡിയോളജിക്കലായ പിടിവാശിയും ആ കഥയെ മാറ്റിമറിച്ചു. ഹെൽത്ത് സെക്ടറിലെ ഇന്നോവേഷൻസ് കൊണ്ട് മൂന്നാറിനെ ലോകപ്രശസ്തമാക്കാമായിരുന്ന ആ സ്വപ്ന പദ്ധതി കേരളം വേണ്ടെന്ന് വെച്ചു. നമ്മൾ ആ അവസരം റിജക്റ്റ് ചെയ്തപ്പോൾ ബംഗ്ലാദേശ് അത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡായ ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്ററായി അത് മാറി. അന്ന് ദിശാബോധമില്ലാത്ത ഒരു പിടി ഡോക്ടർമാരും ലാഭക്കുതി മാത്രമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലോബിയും വളരെ ഇടുങ്ങിയ ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്ന രാഷ്ട്രീയക്കാരും ചേർന്ന് മഹത്തായ ആ പദ്ധതി ഇല്ലാതെയാക്കി. ഇന്ന് കേരളം വിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ചിലവാക്കി വിദേശത്ത് പോയി പഠിക്കേണ്ടി വരുന്ന പുതിയ തലമുറയ്ക്ക് ലോക നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം കേരളത്തിൽ തന്നെ ലഭിക്കുന്നതിനുള്ള ഒരു സുവർണ അവസരം കൂടിയായിരുന്നു അത്. 1997 ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി മൂന്നാറിൽ ഏകദേശം 700 കോടി രൂപയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിർദ്ദേശിച്ചു. ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കിയാൽ അത് ഏകദേശം 4000 കോടിക്ക് മുകളിലെത്തും. ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇതായിരുന്നു പദ്ധതിയുടെ പേര്. റിസർച്ച്, മെഡിക്കൽ ട്രെയിനിങ്, പിന്നെ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതായിരുന്നു ലക്ഷ്യം. പദ്ധതി നടപ്പിലാക്കാൻ ഡോക്ടർ കോൾ ടൈലർ ആവശ്യപ്പെട്ടത് സൗജന്യമായി ഭൂമിയും ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും മാത്രമാണ്. ബാൾട്ടിമോറിലെ പ്രശസ്തമായ ബ്ലൂംബർഗ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് മോഡലിൽ ഡോക്ടർ കോൾ ടൈലറെ പോലുള്ള ലെജൻഡായിട്ടുള്ള ഡോക്ടറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അത് പൂർണ്ണമായും ഫിലാൻത്രോപ്പി ഇനിഷ്യേറ്റീവുമായിരുന്നു. ഗവൺമെൻറ്റിന് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത ഒരു പ്രോജക്റ്റ് കൂടിയായിരുന്നു അത്. ഡോക്ടർ കോൾ ടൈലറെ പോലെ ദീർഘകാലം ഇന്ത്യയിലെ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുകയും It was started as a division in the Department of Public Health Administration for international health. And so it had a very clear focus then on how do you work within the systems, economic, political, everything else, when you go overseas. നിസ്വാർത്ഥ പ്രവർത്തനം കൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭാവന ചെയ്ത അതുല്യ വ്യക്തിത്വത്തിന് ഉടമയായ അദ്ദേഹത്തെ പോലും കേരളത്തിലെ രാഷ്ട്രീയ ഐഡിയോളജി സംശയമുനയിൽ നിർത്തി എന്നതാണ് ചരിത്രം. ചില ലോക്കൽ ഡോക്ടർമാരും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ഇതിനെ ഒരു ഇമ്പീരിയലിസ്റ്റ് കോൺസ്പിറസി അഥവാ സാമ്രാജ്യത്വ ഗൂഢാലോചന എന്ന് വിളിച്ചു. നമ്മുടെ ജനറ്റിക് റിസോഴ്സ് മോഷ്ടിക്കപ്പെടും, പേറ്റൻറ്റുകൾ വിദേശികൾ കൊണ്ടുപോകും, ജനങ്ങളെ ഗിനിപ്പന്നികളാക്കും എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്രചാരണം. രാഷ്ട്രീയ സമ്മർദ്ദം കൂടിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഇ.കെ. നായർ പ്രോജക്റ്റിനുള്ള സപ്പോർട്ട് പിൻവലിച്ചു. ഇത് കേരളത്തിൻ്റെ സോവർണിറ്റിക്ക് ഭീഷണിയാണെന്ന് ആരോ എഴുതി കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാണ് ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്മാറിയത്. എന്നാൽ പിന്മാറലിന് ഉപോത്ബലകമായ തെളിവുകളോ സാഹചര്യമോ വ്യക്തമാക്കാൻ കഴിഞ്ഞിരുന്നുമില്ല. അങ്ങനെ ആ വലിയ സാധ്യത എന്നേക്കുമായി ഇല്ലാതാക്കി. കേരളം കൈവിട്ട ഈ പ്രോജക്റ്റുമായി ജോൺസ് ഹോപ്കിൻസ് നേരെ ധാക്കയിലേക്ക് പോയി. 2004 അവിടെ BRAC യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ജെയിംസ് പി ഗ്രാൻഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് സ്ഥാപിച്ചു. ഇന്ന് ആയിരക്കണക്കിന് ഹെൽത്ത് എക്സ്പേർട്സാണ് അവിടെ നിന്നും പുറത്തിറങ്ങുന്നത്. ബംഗ്ലാദേശിലെ ദശലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ലോ കോസ്റ്റ് ഹെൽത്ത് ഇന്നോവേഷൻ അവർ അവിടെ ഡെവലപ്പ് ചെയ്തു. 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ റിസൾട്ട് ക്ലിയറാണ്. WHO അംഗീകരിച്ച ജിവിറ്റ ന്യൂട്രീഷൻ പ്രോജക്റ്റ് എന്ന പേരിൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ശിശുക്ഷേമ സംരക്ഷണ പദ്ധതികൾ അവർ അവിടെ വികസിപ്പിച്ചെടുത്തു. പാവപ്പെട്ടവർക്കായി ലക്ഷക്കണക്കിന് ബിലോ പോവർട്ടി ലൈനുള്ള ബംഗ്ലാദേശികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്ന ലോകത്തിന് തന്നെ മോഡലായ സസ്റ്റൈനബിൾ ഹെൽത്ത് കെയർ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ലോൺ പോലെയുള്ള ക്ഷേമ മോഡലുകൾ വലിയ വിജയമായി. ബംഗ്ലാദേശിലെ ഗ്രാമങ്ങളിൽ ഇന്ന് മാതൃമരണ നിരക്ക് കുറഞ്ഞതിനും ഇമ്മ്യൂണൈസേഷൻ കൂടിയതിനും പിന്നിൽ ഈ സ്ഥാപനത്തിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. കേരളത്തിലെ കപട ബുദ്ധിജീവികൾ അന്ന് പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള എത്തിക്കൽ ഇഷ്യൂവും നാളിതുവരെ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടില്ല. കേരളം ഈ പ്രോജക്റ്റ് സ്വീകരിച്ചിരുന്നെങ്കിൽ മൂന്നാർ ഇന്ന് ഏഷ്യയുടെ പബ്ലിക് ഹെൽത്ത് ക്യാപിറ്റലും കേരളം മെഡിക്കൽ ടൂറിസത്തിൻ്റെ ലോക ഹബ്ബുമായി മാറിയേനെ. ലോകത്തെ പല പ്രധാനപ്പെട്ട മെഡിക്കൽ റിസർച്ചുകൾക്കും സയൻറ്റിസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമായി മൂന്നാറും കേരളവും മാറിയേനെ. വലിയ തോതിലുള്ള ലൈഫ് സയൻസ് ഫണ്ടിങ് നമുക്ക് കിട്ടുമായിരുന്നു. മെഡിക്കൽ ടൂറിസത്തിൻ്റെ ലോക മാപ്പിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്ന ഒരു വളരെ വലിയ സ്വപ്നമാണ് രാഷ്ട്രീയക്കാരുടെ തികഞ്ഞ അജ്ഞത കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്. ആ നഷ്ടം ബംഗ്ലാദേശിന് വലിയൊരു നേട്ടമായി മാറുകയും ചെയ്തു. ഈ കഥ ഒരു വലിയ പാഠമാണ്. ഗ്ലോബൽ കൊളാബറേഷൻ എന്നാൽ വിദേശാധിപത്യമല്ല, സയൻസിനെയും പ്രോഗ്രസ്സിനെയും കാലഹരണപ്പെട്ട പൊളിറ്റിക്കൽ ഐഡിയോളജിയിലൂടെ ഇല്ലാതാക്കാനുള്ളതല്ല. ബംഗ്ലാദേശ് അത് തെളിയിച്ചു കഴിഞ്ഞു. കേരളത്തിന് ഈ മാറ്റത്തിൻ്റെ ലീഡറാകാൻ കഴിയുമായിരുന്നു. പക്ഷേ നമ്മൾ ഡെവലപ്മെൻറ്റിനേക്കാൾ രാഷ്ട്രീയത്തിന് ഇമ്പോർട്ടൻസ് നൽകി. ഇനിയെങ്കിലും ഇത്തരം മാറ്റങ്ങളെ സ്വീകരിക്കാൻ രാഷ്ട്രീയക്കാർ തയ്യാറാകേണ്ടതുണ്ട്. മറ്റൊരു ഇലക്ഷന് കൂടി കളം ഒരുങ്ങുകയാണ്. വിദ്യാഭ്യാസവും വിവേകപൂർവമായി കാര്യങ്ങളെ കാണാൻ കഴിവുള്ള രാഷ്ട്രീയക്കാരെ ആയിരിക്കണം രാഷ്ട്രീയത്തിനും ജാതി മത സമവാക്യങ്ങൾക്കും അപ്പുറം ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്.